കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ അടുപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് കൂട്ടിവരുത്തിയ ഒരു ജനത്തിലുമായ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ഉപദേശം എന്തെന്ന്. ഞാൻ ഇന്നലെ അല്പമായിട്ട് ഒരു ചെറിയ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. റോമാലേഖനം 3 തുടങ്ങി 8 വരെ 3, 4, 5, 6, 7, 8 അധ്യായങ്ങൾ പഠിച്ചാൽ വളരെ വ്യക്തമായിട്ട് വളരെ ലളിതമായ ഭാഷയിൽ മനസ്സിലാകാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ റോമാലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ചെടുത്ത വ്യക്തമായിട്ട് എഴുതി തന്നിരിക്കുന്നതായിട്ടുള്ള അടിസ്ഥാന ഉപദേശം ഇവിടെ ശരിയായിട്ട് മനസ്സിലാക്കാതെ ഡിനോമിനേഷണൽ ഇൻട്രസ്റ്റോ വ്യക്തി താല്പര്യങ്ങളോ മറ്റും കടന്നു വന്നതുകൊണ്ടാണ് ഈ 3, 4, 5, 6, 7, 8 അധ്യായങ്ങളിൽ നിന്ന് തന്നെ ദുരുപദേശങ്ങൾ കടന്നു വന്നത് ആയിരക്കണക്കിനുണ്ട്. ഈ ദുരുപദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് അത് തെറ്റാണ് ഇത് തെറ്റാണെന്ന് പറയുന്നതിനേക്കാളും നല്ലത് സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രരാകട്ടെ. സത്യം എന്ന് പറഞ്ഞാൽ സത്യ ഉപദേശം എന്നല്ലെന്നർത്ഥം. എല്ലാ സത്യങ്ങളുടെ പുറകിൽ ക്രിസ്തുവേശുവാണ്, അതാണ് സത്യം. എന്നാൽ എല്ലാ കള്ളങ്ങളുടെ പുറകിലും, അത് ഉപദേശപരമായിട്ടുള്ള കള്ളമായിക്കോട്ടെ, സഭാ മഹദവിഭാഗങ്ങളുടെ ഏതൊരു വിധത്തിലുള്ള കള്ളമായാലും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവൻ സൈറ്റാൻ. ഇത് വളരെ ഉറച്ചിരിക്കുക. സത്യം അറിയുക, സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കുക എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അറിയുക എന്നാണ്. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലുള്ള അറിവും അതിലുള്ള വിശ്വാസവും, എന്നാൽ ക്രിസ്തുവുമായിട്ട് നേരിട്ടുള്ള ബന്ധം, ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും അതിലുള്ള വിശ്വാസം, ഇത് ടോട്ടലി എൻറ്റയർലി ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമായിട്ടോ വചനപരമായിട്ടുള്ള ദൈവവചനത്തിൽ നിന്ന് തന്നെ ശരിയായ ഉപദേശത്തിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുള്ള വിശ്വാസവും വ്യക്തിപരമായിട്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു വ്യക്തിപരമായിട്ട് ഇപ്പോൾ ലൈവായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അവനിലുള്ള വിശ്വാസവും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ ഒരു വിശ്വാസം ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും വന്നിട്ടില്ലെങ്കിൽ, അതായത് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് ദിനം പ്രതി അവനുമായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ശരിയല്ല. അത് റിവൈവ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതിൽ തെറ്റില്ല. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് 2 കൊരിന്ത്യസ് 13th ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ ഇല്ലയോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയാണ്. അതൊക്കെ ഒന്ന് റിവൈവ് ചെയ്യുവാനാണ് ഈ ക്ലാസ്സുകൾ വ്യക്തിപരമായിട്ട് ഞാൻ വളരെ ഡെപ്തിൽ എടുത്തു പോകുന്നത്. ഈ 3, 4, 5, 6 അധ്യായം 7, 8 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നാം പഠിച്ചു കഴിഞ്ഞു. നമുക്ക് സെൽഫായിട്ട് ഒരു നീതീകരണമില്ല, ഒരു വ്യത്യാസമല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം മാത്രമേ നമുക്ക് ദൈവമായിട്ട് ഒരു റീകൺസിലിയേഷൻ, നിരപ്പിന് സാധ്യതയുള്ളൂ. ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കാത്ത, യേശു ക്രിസ്തു മുഖാന്തരം നിരപ്പ് പ്രാപിക്കാത്ത ഏതൊരു വ്യക്തിയും ദൈവത്തിന്റെ കോപം വഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് വായിക്കണമെങ്കിൽ ഒരു വാക്യം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് എടുക്കുകയാണ്. കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ ഒരു 18 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കണം. കൊളോഷ്യൻസ് 1st ചാപ്റ്ററിന്റെ വേഴ്സ് 18 തുടങ്ങി പെട്ടെന്ന് വായിച്ചു പോകാം. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. സ്തോത്രം. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഇത് എന്ത് സമാധാനമായി പറയുന്നത്? ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാം ഹവ്വയും പുറത്താക്കപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത ഉപദേശത്തെ, വചനത്തെ അല്ലെങ്കിൽ ആജ്ഞയെ, കൽപ്പനയെ ലംഘിച്ച നിമിഷം തുടങ്ങി ദൈവമായിട്ട് സർവ മാനവജാതിയും വൈരാഗ്യത്തിലാണ്. ദൈവത്തിന് മനുഷ്യനോടില്ല, പക്ഷെ മനുഷ്യനിൽ പാപം കടന്നതുകൊണ്ട് പാപത്തിന് ദൈവത്തോട് ഒപ്പോസിഷനേ ഉള്ളൂ. വളരെ വ്യക്തമായി റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളായിരിക്കുന്ന ജഡം
അവൻ ദൈവത്തോട് ശത്രുത്വമുള്ളതാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതാണ്. ഇതാണ് സകല മനുഷ്യനുമുള്ളത്. ഈ പാപത്തെ വിട്ടൊഴിഞ്ഞ് മനുഷ്യന് സ്വയമായിട്ടൊരു നീതീകരണത്താൽ രക്ഷ പ്രാപിപ്പാൻ സാധ്യമല്ല, ദൈവത്തോട് അടുത്ത് വരാൻ സാധ്യമല്ല. ഇതിനെയാണ് വചനത്തിൽ ഏറ്റവും ക്രീമായിരിക്കുന്ന കാര്യം. അതാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാം തെറ്റ് ചെയ്തപ്പോൾ ആദാമിൽ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നിട്ടുള്ള എല്ലാവരും തന്നെ, യേശു ഒഴികെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഞാനിത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യാൻ കാരണം പാപത്തിന്റെ റൂട്ട് എവിടെ നിന്നാണ് നമ്മിൽ പ്രവേശിച്ചത്. അപ്പോൾ പലരും ചിന്തിക്കും ഞാനല്ലോ എൻ്റെ ഉത്തരവാദി. എന്നാൽ നിങ്ങൾക്ക് തന്നെ ഓരോരുത്തർക്കും വ്യക്തിപരമായ നല്ലൊരു ആത്മാവിനെയാണ് ദൈവം നൽകിയിരിക്കുന്നത്. പലരും പറയും ആത്മാവിനെ സൃഷ്ടിക്കുന്നില്ല, അങ്ങനെയാണെന്നൊക്കെ. നോ, ആദാമിന്റെ വീണുപോയ ആത്മാവിനെ എല്ലാ കീറി മുറിച്ച് ഓരോരുക്കും തന്നിരിക്കുന്നത്. ഹാനോക്കിന് ദൈവത്തോട് കൂടെ നടക്കാൻ സാധിച്ചു. യോബ് ഇത്രമാത്രം പരീക്ഷിക്കപ്പെട്ടിട്ടും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ സാധിച്ചു. നാം കുറെ സെൽഫ് റൈഷ്യസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും സ്തോത്രം, ദൈവം എടുത്തു പറഞ്ഞിരിക്കുന്നതാണ് യോബ്, ശമൂവേല്. ഹല്ലേലൂയ. അപ്പോൾ ആ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ട് ദൈവത്തോട് റീകൺസൈൽ ചെയ്യുവാൻ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ ഒരേ ഒരു മാർഗമുള്ളൂ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ള സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇതല്ലാതെ വേറൊരു മാർഗമില്ല, വേറൊരു മീഡിയേറ്റർ ഇല്ല, വേറൊരു ഇന്റർസെഷൻ ഇല്ല. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതില്ലാത്തവൻ പാപത്തിലാണ് വസിക്കുന്നതിൽ അവന്റെ മേൽ ദൈവക്രോധമാണ് വാഴുന്നത്. ആ ദൈവക്രോധമാണ് ക്രൂശിൽ യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടത്. അതിന്റെ അടയാളങ്ങളായിരുന്നു പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം. സർവാംഗ ഹോമയാഗങ്ങള് അല്ലെ പാപപരിഹാര യാഗങ്ങൾ എല്ലാം നടന്നിരുന്നത് വരുവാനുള്ള മശിഹായിൽ തന്റെ പുത്രനിൽ മാനവജാതിയുടെ മേലുള്ള സകല പാപത്തിന്റെ ശിക്ഷയും മറയ്ക്കപ്പെടും. സ്തോത്രം. പിന്നെ അതിൽ വിശ്വസിക്കുന്നവന് പാപം ക്ഷമിച്ച് കിട്ടിയായിട്ടല്ല ഡിവൈൻ ഗവൺമെന്റ് കണക്കിടുന്നത്. യേശു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ യേശുവിൽ ആശ്രയിച്ച് അവന്റെ പ്രായശ്ചിത്തത്തെ അംഗീകരിച്ച് തുടർന്നുള്ള ജീവിതത്തിന് യേശുവിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് നമ്മുടെ സകല കർത്തൃത്വങ്ങളുടെയും ഉത്തരവാദിത്വം, കർത്തൃത്വം തന്നെ നാം അവന് ഹാൻഡ് ഓവർ ചെയ്താൽ പിന്നെ ഡിവൈൻ ഗവൺമെന്റ് നമ്മളെ കണക്കിടുന്നത് യേശു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ നമ്മെ ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നവരാണ്. അതേപോലെ അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു എന്നാണ് എബ്രായ ലേഖനം 1-ാം അധ്യായം ഹീബ്രു ചാപ്റ്റർ 1 വേഴ്സ് 1 തുടങ്ങി എന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ട് പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവനെ താൻ സകലത്തിനും, ബൈബിളിൽ സകലവും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവറിത്തിങ് ഇൻ ദ ടോട്ടാലിറ്റി, എവറിത്തിങ് ഇൻ ദ ടോട്ടാലിറ്റി അവകാശിയാക്കി വെച്ചിരിക്കുകയാണ്. ആ ക്രിസ്തുവിനെയാണ് നാം ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നുവെങ്കിൽ അവനോട് കൂടെ നാമും സകലത്തിനും അവകാശിയാണ്. ഇത് വിശ്വാസത്താൽ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ദൈവവചനം മാറ്റമില്ലാത്തതാണ്. ഇത് അരുളിച്ചെയ്തവനായ ദൈവം താൻ അരുളിച്ചെയ്ത വചനത്തിന്റെ വാക്കുകൾക്ക് 100% വെയിറ്റേജ് കൽപ്പിച്ചിരിക്കുന്നവനാണ്. അതിന് അല്പമായിട്ട് നീക്കുപോക്കില്ല. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള വചനം നമ്മൾ കഴിഞ്ഞ ദിവസം ഭയമായിട്ട് പഠിച്ചിരുന്നു. മഴയും ഹിമവും ആകാശത്ത് പെയ്യുകയും അത് അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കാൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകത്തക്ക വേണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെയാകുന്നു എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള എൻ്റെ വചനം. ഒരു മഴത്തുള്ളി മേഘത്തിൽ നിന്ന് പുറപ്പെട്ട് വന്ന് തിരിച്ചങ്ങോട്ട് പോകുന്നില്ല. അത് എന്തിനു വേണ്ടി അയക്കുന്നു, എവിടേക്ക് അയക്കുന്നു, അതിന്റെ പർപ്പസ് കൃത്യമായിട്ട് നിവർത്തിച്ചെടുക്കും. അതിന്റെ പർപ്പസ് എന്താ? ഭൂമി കിടക്കുന്ന വിത്തിനെ നനച്ച് കിളിർപ്പിച്ച് അതിന്റെ പുറന്തോടിന് ഡീക്കെ സംഭവിച്ച് അതിന്റെ അകത്തിരിക്കുന്ന ഒരു ജീവനുണ്ട്. ആ ജീവൻ ഒരു പുതിയ ക്രിയേഷൻ ആക്കി എടുക്കുക. ജർമിനേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിത്തിന്റെ ജർമിനേഷൻ നോക്കുമ്പോൾ എങ്ങനെയാണ്? വിത്ത് പ്രത്യേകിച്ച് നമ്മൾ
നമ്മൾ വിത്തെല്ലാം നമ്മളെ സൂക്ഷിച്ച് വെക്കും. അല്ലെങ്കിൽ തന്നെ വെളിയിൽ കിടക്കുന്ന വിത്തുകൾ മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഔട്ടർ ഷെല്ലിന് ഡീക്കേ സംഭവിച്ച്, എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ജീവനുണ്ട്, അത് മറിഞ്ഞിരിക്കുക. അതിനാവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുമ്പോൾ അത് ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് വരുന്നത്. പിന്നെ വിത്തായിട്ടല്ല ഇരിക്കുന്നത്, പിന്നെ ഒരു സസ്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇതേപോലെയാണ് വീണ്ടും ജനനം നടക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, പക്ഷെ അത് ഏതും തോട്ടം തുടങ്ങി അല്ലെങ്കിൽ ആ ആദാമിന്റെ പാപത്തിന്റെ ശിക്ഷ വഹിച്ചുകൊണ്ടിരിക്കുന്നത്, നിത്യമായ മരണമെന്ന ശിക്ഷ നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ പാപം നമുക്ക് പാപമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നന്മയാ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. പോൾ 8 റോമൻസ് 7 പറഞ്ഞിരിക്കുന്നത്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല, ഞാൻ ഒന്നിനും ഗുണമില്ലാത്തവനാണ്, എനിക്കൊരു നന്മ എനിക്കായിട്ട് ചെയ്യാൻ സാധ്യമല്ല. സ്തോത്രം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ജീവന് അതിന് വീണ്ടും ജനനം പ്രാപിക്കത്തക്കവണ്ണം പറഞ്ഞിരിക്കുന്നത് ഈ ദൈവവചനം നമ്മുടെ മുമ്പിൽ വരുന്നത്. അതിന് മാറ്റമില്ല. അത് അയക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ്. മഴയും ഹിമം ആകാശത്ത് പെയ്യുകയും അത് അവിടേക്ക് വരുന്നത് വിത്തിലേക്കാണ് വരുന്നത്. അതിനൊരു ഡെസ്റ്റിനേഷൻ, കറക്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഒരു കറക്റ്റ് പർപ്പസ് ഉണ്ട്. വിത്തിനെ നനച്ച് കിളിർപ്പിക്കണം, ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കണം. ദൈവവചനത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, മനുഷ്യ ഹൃദയം, അതിനൊരു ഡിവൈൻ പർപ്പസ് ഉണ്ട്, മാറ്റമില്ലാത്ത പർപ്പസ് ഉണ്ട്. ആദാമിൽ മരിച്ചിരിക്കുന്ന മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കണം. മഴയ്ക്ക് ഒരു വിത്തിനെ കിളിർപ്പിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ഒരു കാര്യമുണ്ട്, ഈ വിത്ത് ഈ മഴയെ അബ്സോർബ് ചെയ്യണം, അല്ലേ? ഈ വിത്ത് മഴയെ അബ്സോർബ് ചെയ്താൽ മാത്രമേ ഇതിന്റെ ഔട്ടർ ഷെല്ലിന് ഡീക്കേ സംഭവിക്കുള്ളൂ. ഇതാണ് മനുഷ്യ ഹൃദയം ഇത്രയും കഠിനപ്പെട്ടിരിക്കുന്നത്. ദൈവവചനം, മാറ്റമില്ലാത്ത വചനം നമ്മുടെ ചെവിയിലേക്ക് മുഴങ്ങത്തക്കപ്പെട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ചെവിയിലേക്ക് സ്വീകരിക്കാതെ ചെവി അടച്ചു കളഞ്ഞാൽ ആ ഡീക്കേ സംഭവിക്കാതെ വിത്ത് അങ്ങനെ തന്നെ ഇരിക്കും. കർത്താവ് പറഞ്ഞല്ലോ, ജോൺ ചാപ്റ്റർ 2 പറഞ്ഞിരിക്കുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയേ ഇരിക്കും. അതിൻ്റെ ആ സെൽഫ് സ്റ്റാറ്റസ് അത് ഡീക്കേ ആകണം, അത് ചാകണം. അപ്പോഴാണ് അകത്തിരിക്കുന്ന ഒരു ജീവൻ മറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഒരു വിത്ത് തന്നെ വിളിക്കുന്നത്, പിന്നെ അതിനെ വിളിക്കുന്നത് ഒരു പ്ലാന്റ് എന്ന് വിളിക്കുന്നത്, ഒരു സസ്യം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം അതിനെ കേട്ട് രക്ഷ പ്രാപിച്ചവരായിരിക്കും, പിന്നെ എനിക്ക് ആവശ്യമില്ലെന്നല്ല. നമുക്ക് ഡേ ബൈ ഡേ ഒരു വിത്ത് കിടന്നു കഴിഞ്ഞ് സസ്യമായി കഴിഞ്ഞ് എന്നും സസ്യമായിട്ടാണ് നിൽക്കുന്നത്. അത് വളർന്ന് അതൊരു മരമായി തീരും, അല്ലെങ്കിൽ ചെടികളായി തീരും, പിന്നെ അത് ഫലം കായ്ക്കാൻ തുടങ്ങും. ഫലം എന്താ? നമ്മളിൽ വരുന്ന ഫലം എന്താ? ആത്മാവിന്റെ ഫലങ്ങൾ മാത്രമല്ല, ക്രിസ്തു നമ്മളെ വളരണം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയത്. സ്തോത്രം. അതായത് ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഭാഗം ഇതായിരുന്നു, കർത്താവായ യേശുവിനെ തന്നെ ധരിച്ചു കൊള്ളുവീൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പൊ നാം ക്രിസ്തുവിനെ സ്വീകരിച്ച് ആ വരുന്ന ദൈവവചനത്തിൽ ഇപ്പോൾ കേൾക്കുന്നത്, നിങ്ങൾ സ്വയമായിട്ട് വചനെടുത്ത് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ടാണ്, പിതാവ് ആകർഷിച്ച് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ടാണ് പുത്രന്റെ അടുത്തേക്ക് ദൈവവചനത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നത്. അവിടെ നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്, വിശ്വസിക്കുക, അബ്സോർബ് ചെയ്യുക. മഴ കടന്ന് ഒരു പാറപ്പുറത്ത് മഴത്തുള്ളി വീണ എന്തുണ്ടായിരുന്നത്? അത് ചിതറിപ്പോകുകയുള്ളൂ. കല്ലായിരിക്കുന്ന ഹൃദയത്തിലേക്ക് ദൈവവചനം വന്നാൽ ചിതറിപ്പോകുകയുള്ളൂ. പക്ഷേ സോയിലിനകത്ത് കിടക്കുന്ന, മണ്ണിനകത്ത് കിടക്കുന്ന ഒരു വിത്താണെങ്കിലോ ആ മണ്ണ് അതിനെ അബ്സോർവ് ചെയ്യും. ആ മണ്ണിനോട് ചേർന്ന് കിടക്കുമ്പോൾ വിത്തിന്റെ ഔട്ടർ ഷെല്ല് അതിനെ അബ്സോർബ് ചെയ്ത് അതിന് ഡീക്കേ സംഭവിക്കും. അവിടെയാണ് പറഞ്ഞത്, നമ്മുടെ സെൽഫിന് ഡീക്കേ സംഭവിക്കും. പിന്നെ ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തു അത്ര വാഴുന്നെന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും പറയാൻ സാധിക്കും. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്ര വാഴുന്നത്. ധൈര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക്, വ്യക്തിപരമായിട്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തുമായിട്ടുള്ള കൂട്ടായ്മ, ക്രിസ്തുവിലുള്ള മറ്റു കൂട്ടായ്മ വേണ്ടെന്നല്ല. അങ്ങനെയുള്ളവരും വീണ്ടും ജനം പ്രാപിച്ചവനുമായിട്ട് ബന്ധം ഓട്ടോമാറ്റിക്കായി ദൈവത്തിന് ആത്മാവ് അടുപ്പിക്കും.
ഇത് മാനുഷ്യ ബുദ്ധിയോടെ ഞാനല്ല പറയുന്നത്. നിങ്ങളെ സ്നേഹിച്ച് ഈ ഭൂമിയിൽ സെർട്ടൻ പർപ്പസോടും കൂടെ ഉരുവാക്കിയ ദൈവമാണ് ഈ തിരുവെഴുത്തിൽ കൂടെ സംസാരിക്കുന്നത്. അപ്പൊ മഴയ്ക്ക് ഹിമത്തിനൊരു പർപ്പസ് ഉണ്ട്, ഒരു ക്ലിയർ ഡെസ്റ്റിനേഷൻ ഉണ്ട്. ആ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെയാണ് വരുന്നത്. അതിന് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ ചില കാറ്റൊക്കെ ദൈവം അടുപ്പിക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാറ്റുകളൊക്കെ അടുക്കും. പക്ഷെ എന്തിനാ? ഈ ദൈവവചനത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് നമ്മെ അടുപ്പിച്ച്, നമ്മൾ വിശ്വാസികളാണ്, വർഷങ്ങളായിട്ട് വിശ്വാസികളാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ അല്പമായിട്ടുള്ള അവിശ്വാസങ്ങളുണ്ട്, അല്പവിശ്വാസങ്ങളുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തു നമ്മൾ പൂർണ്ണരായിട്ടില്ല. ക്രിസ്തുവിൽ പൂർണ്ണരായിരിക്കും ആരുടെ ഉണ്ടാവില്ല, പിന്നെ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയില്ല. നമുക്ക് ഓരോ ദിവസവും, ഓരോ സെക്കൻഡും, ഓരോരോ ദിവസങ്ങൾ നമുക്ക് ദാനമായി കിട്ടുന്നത് ക്രിസ്തുവിൽ പരിപൂർണരാകാൻ വേണ്ടിയാണ്. ഫ്രീ ഗിഫ്റ്റ് ആണ്. ആ പർപ്പസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക കാര്യങ്ങളൊക്കെയും നമ്മുടെ പിതാവിൻ്റെ ഫ്രീ ഓപ്ഷനാണ്, ഫ്രീ ഓഫറാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഓഫർ എന്ന് പറഞ്ഞ ഒരു 2 ദിറംസ് അല്ലെങ്കിൽ 2 രൂപ 10 രൂപ കുറച്ച് നമ്മൾ ചാടി കയറി അത് മേടിക്കും. ഇത് 100% ഫ്രീ ഓഫറാ. ജീവനും ഭക്തിക്കും വേണ്ടുന്ന എല്ലാം ഫ്രീ ഓഫറാ. ഈ ക്രിസ്തുവിൽ വന്നിട്ട് എന്താ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത്? നഷ്ടപ്പെടാനുള്ളത് കുറേ വ്യക്തി താല്പര്യങ്ങൾ, ഫ്ലഷിൻ്റെ ചീഞ്ഞളിഞ്ഞ മോഹങ്ങൾ. അതാണ് അവസാനം ഈ റോമാലേഖനം 13th ചാപ്റ്റർ പോൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അവിടെ മുമ്പ് പറഞ്ഞിരിക്കുന്നത്, രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു, ഇപ്പോൾ രാത്രിയാണ്, ഇരുട്ടിൻ്റെ പ്രവൃത്തികളാ. ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇരുട്ടിൻ്റെ പ്രവൃത്തികളാ, സേറ്റാനി പ്രവൃത്തികളാ, കൊലപാതകങ്ങൾ, ദുഷ്പ്രവൃത്തികൾ, ജാതിയോട് കലഹിക്കുന്നു. ഇസ്രായേലിൽ സ്തോത്രം സമാഗമന കൂടാരത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ സന്ധ്യയാകുമ്പോൾ ദീപം കൊളുത്തണം. പുരോഹിതന്റെ ഉത്തരവാദിത്തമാണ്. സന്ധ്യയാകുമ്പോൾ ദീപം കൊളുത്തി കഴിഞ്ഞാൽ രാത്രി മുഴുവനും കത്തണം. ഭൂമി മുഴുവനും ഈ ലോകത്തിന്റെ അധിപതിയ സാത്താന്റെ അധീനതയിൽ കിടക്കുന്നതാണ്. യേശു ക്രിസ്തു 1000 ആണ്ട് ഭരിക്കുവാൻ ഇവിടെ വരുമ്പോൾ മാത്രമേ പകൽ വരുന്നുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ് രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, ഇപ്പോൾ രാത്രിയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. സമാഗമന കൂടാരത്തിൽ കത്തിയത് വിളക്കാണെങ്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയിൽ ആ തിരി ഇറക്കി വെച്ചിട്ട് ആ തിരി അതിൽ നിന്നുള്ള ഓയിൽ അബ്സോർവ് ചെയ്ത് ആ വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ കേൾക്കുമ്പോൾ എന്തുണ്ടാവും? കരിന്തിരികൾ ഉണ്ടാകും. ആ കരിന്തിരി മുറിച്ച് കളയല്ല ചെയ്യുന്നത്, അതെല്ലാം ശേഖരിച്ചെടുക്കുന്നത് വെള്ളി പാത്രങ്ങളിലാണ് ശേഖരിച്ചെടുക്കുന്നത്. ഇതേപോലെ തന്നെ ക്രിസ്തുവിൽ നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട്, ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ പ്രകാശമായി വരുമ്പോൾ നമുക്ക് കത്തിരിയുന്ന അവസ്ഥയുണ്ടാകും, കരിന്തിരികൾ ഉണ്ടാകും. കരിന്തിരികൾ ദൈവത്തിന്റെ ആത്മാവ് ചില സമയത്ത് മുറിക്കുമ്പോൾ നമ്മൾ നശിപ്പിക്കുവാനല്ല, കൂടുതൽ വെളിച്ചം കൊടുക്കുവാനാണ്. നിങ്ങൾ മണൽ വിളക്ക് കത്തിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ കുഞ്ഞിലൊക്കെ പഠിച്ചത് എൻ്റെ 10th കഴിഞ്ഞ് IT കഴിഞ്ഞ സമയത്താണ് ഞങ്ങളുടെ ഏരിയയിലൊക്കെ കറണ്ട് വന്നത്. അതുവരെയും മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പിലായിരുന്നു പഠിച്ചത്. എനിക്കറിയാം കരിന്തിരിയുടെ സ്വഭാവം എന്താണെന്ന്. മണ്ണെണ്ണ വിളക്ക് കത്തുമ്പോൾ കരിന്തിരി വരും. അപ്പോൾ അത് ഒരു ബോൾ പോലെ വരുമ്പോൾ തട്ടിക്കളഞ്ഞാൽ കുറച്ചുകൂടി പ്രകാശിക്കും. ഹല്ലേലൂയ. അപ്പൊ രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ്, അപ്പൊ ഇരുട്ടിന്റെ പ്രവൃത്തികളാണ് നമ്മുടെ ചുറ്റുപാടും. നമ്മുടെ ചുറ്റുപാടും അവർക്ക് അതേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഈ ലോകത്തിന്റെ മനുഷ്യരായിരിക്കുന്നവർക്ക് അതേ പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. പക, പിണക്ക, വൈരാഗ്യങ്ങള്, അധർമ്മ പ്രവർത്തികൾ, ആഭിചാരങ്ങൾ, കൊലപാതകം, വിശ്വാസത്തിൽ നിൽക്കുന്ന ക്രിസ്തുവിലായിരിക്കുന്നവനെ കൊന്നു കളയുന്നത് അവർ ദൈവത്തിന് യാഗം കഴിക്കുന്നതേ അവർക്ക് തോന്നുകയുള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിട്ട് പ്രകാശിക്കണം, ക്രിസ്തുവിനെ വെളിപ്പെടുത്ത. അതിനാണ് ക്രിസ്തുവിനെ ധരിക്കുക. അതിനാ ക്രിസ്തുവിന്, കർത്താവായ യേശുവിന് ധരിച്ചുകൊള്ളുവിനെന്ന് പറയുന്നത്. ഇത് നമ്മളെ തന്നെ സെൽഫായിട്ട് നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. നമ്മിൽ കൂടെ എന്തെങ്കിലും നന്മ വരണമെങ്കിലോ ക്രിസ്തു നമ്മളിൽ വസിക്കുകയും നാം അവരുമായിട്ട് മേർജായി തീരണം, ബ്ലെൻഡഡ് ആയി തീരണം. ഹല്ലേലൂയ. ഇൻസെപ്പറബിൾ ആയിട്ട്. നമ്മൾ പാലിൽ വെള്ളം ചേർത്തും ബ്ലെൻഡ് ചെയ്താൽ പിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ചെയ്യാൻ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ഇതേപോലെ നാം ക്രിസ്തുമായിട്ട് അങ്ങ് ബ്ലെൻഡ് ആകണം. പിന്നെ നമ്മിൽ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവാണ്. ഇത് സാധ്യതയാണ്. ബൈബിൾ ഓഫർ ചെയ്യുന്നു, ദൈവം അത് ഓഫർ ചെയ്യുന്നു. ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ച്, ഇരുട്ടിന്റെ പ്രവർത്തികൾ എന്താ? ഈ ജഡത്തിന്റെ പ്രവർത്തികൾ തന്നെ, ജഡത്തിന്റെ മോഹങ്ങൾ തന്നെ. അത് വെച്ച് കളഞ്ഞ്
വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവിൻ. എഫെസ്യർ 6:10 തുടങ്ങി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ എന്താ. സത്യം അരക്കി കെട്ടുക, സത്യ ഉപദേശം അതല്ല, ക്രിസ്തുവിനെ ധരിക്കുക, അരക്കി കെട്ടുക. പിന്നെ ബലമാണ്, പിന്നെ ഭീരുത്വമില്ല, പിന്നെ ഭയമില്ല. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചെന്ന് പറയുമ്പോൾ നാമും ക്രിസ്തുവിനോട് കൂടെ സകലത്തിന്റെയും അവകാശികളാണ്. ഡിവൈൻ ഗവൺമെന്റ് സംരക്ഷണം നമുക്കുണ്ട്. ധൈര്യപ്പെടാം. ഹല്ലേലൂയ. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയെ നടക്കുക. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളും ശൈനമോഹങ്ങളും ദുഷ്കാമങ്ങളുമല്ല, പിണക്കത്തിലും അസൂയിലുമല്ല, കർത്താവായ യേശുവിനെ തന്നെ ധരിച്ചുകൊള്ളുക. അപ്പോൾ വിശ്വാസത്താൽ, ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ സദ്ഗുണങ്ങളെ കുറിച്ചായിരുന്നു ചില ആഴ്ചകളായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതിന്റെ ഓരോ പോയിന്റ് എടുത്ത് സംസാരിക്കണമെങ്കിൽ വളരെ നാളുകൾ എടുക്കാം. പക്ഷെ ഇതിൽ വായിച്ചു പോകുമ്പോൾ ഇത്തരം സ്വഭാവങ്ങൾ നമ്മൾ പെർമനന്റ് ആയിട്ട് വസിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചില ചിന്തകൾ വരാം, ജഡത്തിന്റെ ചിന്തകൾ വരാം. ഇതെല്ലാവരിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. ഇതിനെ ഓവർകം ചെയ്യാനാണ് പാപമില്ലാത്തവരായി നമുക്ക് തുല്യമായി കഷ്ടം സഹിച്ചവരായി ക്രിസ്തു നമ്മളിൽ വസിക്കേണ്ടതും നാം അവരുമായിട്ട് ഒന്നായി ചേർന്ന് ഒരേ ആത്മാവായി തീരേണ്ടത്. സാധ്യമാണ്, ഇന്നും സാധ്യമാണ്. നമ്മുടെ ചുറ്റുപാടും ഇരുട്ടാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ അധിപതിയുടെ കീഴിലുള്ളതാണ്, ശൈത്താന്റെ കീഴിലുള്ളതാണ്. അവിടെ പ്രവൃത്തി അത്തരത്തിലുള്ളതായിരിക്കും. അവിടെയാണ് നാം സന്ധ്യ മുതൽ പ്രഭാതം വരേക്കും ദീപമായിരിക്കണം. സമാഗമന കൂടാരത്തിൽ വിളക്ക് കത്തിച്ചാൽ സന്ധ്യ അതും ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയിലാണ്. അത് നമ്മളിന്ന് ആത്മാവ് തെളിവുള്ള ഒലിവെണ്ണയായിരിക്കണം. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പാടില്ല. പല മതവിഭാഗങ്ങളും പെന്തിക്കോസ്തിന്റെ പല ഡിനോമിനേഷനുകളും ഇന്ന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയല്ല. സ്തോത്രം. അല്പം തെറ്റിയ പേര് ദൈവ തേജസ് അല്ല പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രഭാത പുസ്തകം 40-ാം അധ്യായം വായിക്കുമ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സകലവും ചെയ്തപ്പോഴാണ് യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങി വന്നത്. യഹോവയുടെ തേജസ് ഇറങ്ങി വന്നപ്പോൾ പിന്നെ അവിടെ മോശയ്ക്ക് സ്ഥാനമില്ല. ആലയം പണിയാൻ ഉപകരണങ്ങൾ എന്ത് ബെസലേലിനോ ആർക്കും അഹരോനോ ആർക്കും അവിടെ സ്ഥാനമില്ല. ആമേൻ. നമ്മളില് അതായത് സമാഗമന കൂടാരത്തിൽ യഹോവയുടെ തേജസ് ഇറങ്ങി വന്നാൽ പിന്നെ മോശ പുറത്താ. ഇതേപോലെ ക്രിസ്തുവിനെ നാം ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച ഞാൻ എൻ്റെ എന്നുള്ളത് പുറത്താ. പിന്നെ നമുക്ക് സ്ഥാനമില്ല. ഇതാണ് പറയുന്നത്, കർത്താവായ യേശുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കാം. ജഡത്തിനായി ചിന്തിച്ചാൽ മോഹം ജനിക്കാം. മോഹം ജനിച്ചത് പിന്നെന്തായി തീരും? പാപമായി തീരും. യാക്കോബ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് തന്നെയല്ലോ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് നടന്നിട്ട് യാതൊരു കാര്യമില്ല. സ്തോത്രം. അപ്പോൾ ഇരുട്ടിന്റെ ഈ ലോകത്തിൽ തന്നെ, ഈ ലോകത്തിന്റെ അധിപതി വാഴുന്ന സമയത്ത് തന്നെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനോട് കൂടെ വാഴ്ചകളെയും അധികാരികളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവിടെ ജയഘോഷം കൊണ്ടാടി അവയെ പരസ്യമൂലമാക്കിയവന്റെ കൂടെ അവനുമായി ഒന്നായി ചേർന്ന് അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചിരിക്കുന്ന പോലെ അവനോട് കൂടെ നാമും സർവത്തിൻ്റെയും അവകാശിയാണ്. അവനോട് കൂടെ നാം സർവത്തിൻ്റെയും മെയ്തയാണ്. അവനോട് കൂടെ സർവവും നമ്മുടെ കാൽക്കീഴാണ്. ഇതാ ദൈവസഭ. ഇത് ഇന്നും നടക്കുന്നുണ്ട്. ഉപദേശത്തിൽ മാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്നും നടക്കുന്നുണ്ട്, നടക്കും. ഒന്നേ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ, ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. റിലൈ ഓൺ ഹിം. ആശ്രയിക്കുക, അവനിൽ ആശ്രയിക്കുക. ലജ്ജിച്ചു പോകുകയില്ല. നമുക്ക് അവിശ്വാസം കടന്നു വരും, ലജ്ജിച്ചു പോകുകയില്ല. തിരുവഴുത്തുകൾക്ക് മാറ്റമില്ല. അവിശ്വാസം കടന്നു വരുമ്പോൾ ഒന്ന് ആകാശത്തേക്ക് നോക്കുക. കോടിക്കണക്കിന് ബില്യൺസ് നക്ഷത്രങ്ങളെയാണ് അവൻ ഉളവാക്കി പേര് കൊടുത്തിരിക്കുന്നത്. അവൻ കൽപ്പിച്ചിരിക്കുന്ന നിയമത്തിന് അനുസരിച്ച് കൊണ്ടാണ് ഈ സ്റ്റാർസും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂഗോളങ്ങള് ഗാലക്സികൾ തന്നെ ഇന്നും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നിനു പോലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടില്ല. ഒന്ന് നോക്കി പറയണം. അവിശ്വാസ കൃത്യത്തിൽ വരുമ്പോൾ മേലോട്ട് നോക്കി ഒന്ന് ഇമാജിനേഷനിൽ കൊണ്ടുവരണം. സൂര്യന് വെച്ചിരിക്കുന്ന ആ അധികാരത്തിന്, സൂര്യന് വെച്ചിരിക്കുന്ന അളവിന്, അതിൻ്റെ ദിശയ്ക്ക്, അതിൻ്റെ ക്രമത്തിന് ഒന്നിനു പോലും മാറ്റം വന്നിട്ടില്ല. എത്രയോ ഗാലക്സികളുണ്ട്.
നമ്മുടെ ഗാലക്സിയിൽ തന്നെ 400 മില്യണിൽ കൂടുതൽ സ്റ്റാർസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഗാലക്സിക്കുള്ളിൽ എത്രയോ ലക്ഷക്കണക്കിന് ഗാലക്സീസ് ഉണ്ട്. ഇതിലുള്ള എത്രയോ കോടി കണക്കിന് നക്ഷത്രങ്ങൾ, ഇവയ്ക്കൊക്കെയും നിയമം വെച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവാണ്. അവനാ നമ്മൾ വാഴുവാൻ ആഗ്രഹിക്കുന്നത്, അവനാ നമ്മളോട് സംസാരിക്കുന്നത്. കുഞ്ഞ്, നിന്റെ ഹൃദയം എനിക്ക് താ, ഞാൻ നിന്നെ നല്ല രീതിയിൽ നടത്താം. ഞാൻ നിന്റെ വസി നിനക്ക് ദ്രോഹം ചെയ്യുകയില്ല, നിനക്ക് പകരമായി നിന്റെ മേലുള്ള ശിക്ഷയിട്ടിട്ട് മരിച്ചവനാ ഞാൻ, മരിച്ചുയർത്തെഴുന്നേറ്റവനാ ഞാൻ സ്നേഹം തന്നെ, നിനക്ക് ദോഷമല്ല, നിനക്കൊന്നും ദോഷം സംഭവിക്കുകയില്ല. വ്യക്തിപരമായി കോളിംഗ് അല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് സംസാരിക്കുന്നത്. ധൈര്യത്തോടെ സമർപ്പിച്ചു കൊടുക്കുക, പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ സ്വർഗീയ പിതാവേ, നീ ഞങ്ങളോട് സംസാരിക്കുന്നല്ലോ. ഈ ശബ്ദം ഇപ്പോൾ ലൈവായിട്ട് കേൾക്കട്ടെ, ഇനി യൂട്യൂബിൽ നിന്ന് കേൾക്കുന്ന കർത്താവ് നീ ഇടപെടുമാറാകെന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷിക ശബ്ദമല്ലല്ലോ കർത്താവ്, നിനക്ക് ഞങ്ങളോട് കൃപയുണ്ടല്ലോ. ബലഹീനരായിരിക്കുന്നവർ, വിശ്വാസത്തിൽ ബലഹീനരായിരിക്കുന്നവർ നീ ധൈര്യപ്പെടുത്തുന്നതായ സ്തോത്രം. നിന്റെ കൃപ കൂടാതെ സാധ്യമല്ല കർത്താവ്. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരള ഗവൺമെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണകൂടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ എവിടെയുമായി കർത്താവ് നിന്റെ വേല ചെന്ന ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ